കാസ ഇതാദ്യമായി പരസ്യ തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. നിലമ്പൂർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വമ്പൻ നീക്കങ്ങളാണ് കാസ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാനറുകളും പോസ്റ്ററുകളും ഒക്കെയായി കാസ നിലമ്പൂരിൽ സജീവമാകുമ്പോൾ ഈ നീക്കം BJPക്ക് അനുകൂലമാകുമോ, അല്ലെങ്കിൽ BJP വോട്ട് ബാങ്കിൽ ചലനം സൃഷ്ടിക്കുമോ? UDFന്റെയും LDFന്റെയും വോട്ട് ബാങ്ക് ക്രിസ്ത്യൻ വോട്ടുകൾ ഇടിയുമോ? അവരെ നിലംപരിശാക്കാൻ കാസയുടെ ഈ നീക്കങ്ങൾക്ക് സാധ്യമാകുമോ? കാസ നിലമ്പൂരിൽ ഇടിമുഴക്കമാകുമോ? അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ട്രയൽ റൺ ആകുമോ ഈ നീക്കം എന്ന് തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. നമുക്കറിയാം, കാസ ഒരു ക്രിസ്ത്യൻ സംഘടനയാണ്. ആയതിനാൽ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു വമ്പൻ നീക്കം BJPക്ക് അനുകൂലമാകുമോ നിലമ്പൂരിൽ എന്നതും വലിയൊരു ചോദ്യചിഹ്നമാണ്. മാത്രമല്ല, വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും ക്രിസ്ത്യൻ സമുദായത്തിലെ ആളുകളെ BJPയോട് കൂടുതൽ അടുപ്പിക്കാൻ ഇതിന് സാധ്യമാകുമോ എന്നതും വിലയിരുത്തപ്പെടുന്നു. ജനങ്ങളുടെ മനസ്സിലെ കരടിനെ ഈ നീക്കത്തിലൂടെ തന്നെ, അതായത് BJPയിൽ ഉണ്ടായ ചില അസ്വാരസ്യങ്ങൾ ഈ ഒരു നീക്കത്തിലൂടെ തന്നെ തുടച്ചു നീക്കാൻ സാധ്യമാകുമോ എന്നും രാഷ്ട്രീയ നിരീക്ഷകരടക്കം ചോദിക്കുന്നു. വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് മുനമ്പത്തുണ്ടായ കോളിളക്കങ്ങൾ പോലും കാസ BJPക്ക് അനുകൂലമായ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ആ വിഷയത്തിൽ പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഇതുവരെയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൂട്ടുപിടിക്കാതെ തന്നെ സ്വതന്ത്രമായി കാസ കാര്യങ്ങൾ അവതരിപ്പിച്ചുവെങ്കിൽ ഇപ്പോൾ പൂർണ്ണമായും അവർ BJPക്കൊപ്പം നിൽക്കുന്നു, അല്ലെങ്കിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാട് തെളിയിക്കുകയാണ് കാസ. നിരന്തരം ഫേസ്ബുക്ക് പേജുകളിലൂടെ അവർ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് പോസ്റ്റുകൾ എഴുതാറുണ്ട്. ക്രിസ്ത്യൻ സംഘടനയായ ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ, അതായത് കാസ, രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകുന്നതിനെ കുറിച്ച് ആലോചന തുടങ്ങിയിട്ട് കുറേ അധികം നാളുകളായി. അതുപോലെ തന്നെ ദേശീയതലത്തിൽ അധിഷ്ഠിതമായ BJPയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് രൂപം നൽകാനായിരുന്നു ഇവർ ഒരുക്കം തുടങ്ങിയിരുന്നത്. കാസ സ്ഥാപകരിൽ ഒരാളും സംസ്ഥാന പ്രസിഡന്റുമായ കെവിൻ പീറ്റർ ഒരിക്കൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു. BJPയുമായി സഹകരിച്ച് ഹിന്ദുവിനെയും ഒപ്പം മുസ്ലിമിനെയും ചേർത്ത് നിർത്തിക്കൊണ്ട് കാസ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ നിലമ്പൂരിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പുഴുക്കുത്തുകൾ ജമാഅത്തെ ഇസ്ലാമിയെ പുകഴ്ത്തിക്കൊണ്ട് അവർക്ക് കുട ചൂടുന്ന കാഴ്ച കാണുമ്പോൾ സഹതാപം തോന്നിപ്പോകുന്നു. ആയതിനാൽ തന്നെ കാസ വഴി പരമാവധിയുള്ള ക്രിസ്ത്യൻ വോട്ടുകൾ BJPയുടെ പെട്ടിക്കുള്ളിൽ വീഴുമെന്നതിലും സംശയമില്ല. മാത്രമല്ല, കേരളത്തിൽ 17 ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള പിന്തുണ തങ്ങൾക്കുണ്ടെന്നാണ് കാസയുടെ അവകാശവാദം. ആയതിനാൽ തന്നെ BJPക്ക് അക്കൗണ്ട് തുറക്കുവാനും ഈ വോട്ടുകൾ മതിയാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും. ഇസ്ലാമോഫോബിയ പരത്തുന്ന സംഘടന എന്ന ആരോപണം നേരിടുന്ന കാസ പൗരത്വ ഭേദഗതി നിയമം, ലവ് ജിഹാദ്, മുത്തലാഖ് തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച സംഘടന കൂടിയാണ്. ലവ് ജിഹാദിന്റെ ഇരയാണ് താൻ എന്നും കെവിൻ പീറ്റർ വ്യക്തമാക്കിയിരുന്നു. അതുപോലെ തന്നെ തൻ്റെ ഒരേ ഒരു മകൾ മുസ്ലിം യുവാവിനെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടി 2016 വീട് വിട്ടുപോയി. അതിനുശേഷം മകളെക്കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല എന്നും കെവിൻ പീറ്റർ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, കേരള കോൺഗ്രസ് പാർട്ടിയെ ഒരു ക്രിസ്ത്യൻ പാർട്ടിയായ കാസ കണക്കാക്കുന്നുണ്ടെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിന്റെ പ്രാധാന്യം നഷ്ടമായതായി വിശ്വസിക്കുന്നു. കേരള കോൺഗ്രസ് നിലവിൽ ദുർബലമാണ് എന്നും ഇതിന്റെ ഭാവി പ്രതിപക്ഷം നൽകുന്നതല്ല. പഴയ പ്രതാപം കേരള കോൺഗ്രസ് വീണ്ടെടുക്കുമെന്ന് കരുതുന്നില്ല എന്നും ഇവർ വ്യക്തമാക്കിയിരുന്നു. ഇതിനിടയിലാണ് കാസ രൂപീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സാധ്യത വിലയിരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നതും. ഈ വിടവ് പതുക്കെ നികത്താൻ കാസ രൂപീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയുമെന്ന് തന്നെയായിരുന്നു ഇവർ വിലയിരുത്തപ്പെട്ടതും. നിലവിലെ ധാരണയനുസരിച്ച് കാസ ഒരു സ്വതന്ത്ര സംവിധാനമായി തുടരുകയായിരുന്നു. ഇവർ ദേശീയതയെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിച്ചാൽ അവർക്ക് അനുകൂലമായ സമീപനം കാസ സ്വീകരിക്കും. 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകാൻ എന്ന ആലോചനയായിരുന്നു കാസ മുന്നോട്ട് വെച്ചതും. മുൻപ് ക്രിസ്ത്യൻ മതവിശ്വാസികൾ സഭകൾ സ്വീകരിക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് ശേഷം വിശ്വാസികളുടെ ചിന്തയിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു എന്നതാണ് മറ്റൊരു വസ്തുത. BJPയെയും BJPയുടെ സഖ്യകക്ഷികളെയും പിന്തുണയ്ക്കുക എന്ന തുറന്ന സമീപനമാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നതും. തങ്ങളുടെ പ്രത്യയശാസ്ത്രവുമായി ചേർന്ന് നിൽക്കുന്ന സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നതെന്നും കാസ സംഘടനയുടെ മറ്റൊരു പ്രതിനിധിയും വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ അനധികൃതമായി തന്നെ തോൽപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും ഇവർ വ്യക്തമാക്കിയിരുന്നു. നിലമ്പൂരിലെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ ഇരട്ടത്താപ്പിനെ അടക്കമായിരുന്നു കാസ തുറന്നു കാട്ടിയതും. ജമാഅത്തെ ഇസ്ലാമിയും SDPIയും PDPയും പോലുള്ള മതമൗലികവാദികൾ ചേർന്നുകൊണ്ട് ശക്തവുമായി ചേർന്നാണ്
ഈ ഒരു ശക്തിയുമായി ചേർന്നുകൊണ്ട് അവരുടെ സഹായം സ്വീകരിക്കുന്ന കോൺഗ്രസിനെയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റെയോ മതമൗലികവാദികളുടെയും ഭീകരവാദികളുടെയും താല്പര്യങ്ങളെ മറികടക്കുന്നു. ഇവിടെ ഒന്നും ചെയ്യാൻ ആവില്ല എന്നുള്ള നിലമ്പൂരിലെ ഹിന്ദുക്കളും ക്രൈസ്തവരും ഇനിയെങ്കിലും മനസ്സിലാക്കുക എന്ന മുന്നറിയിപ്പ് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം കാസ പങ്കുവച്ചതും. അതിനോടൊപ്പമാണിപ്പോൾ പരസ്യ പ്രചരണവുമായി ഇവർ രംഗത്ത് വരുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.